ഹൈ എന്താർത്താനം രാവിലെ എണീച്ചുള്ള അവസ്ഥയാണ്. നല്ല കിടില മഴ. കുളിച്ചു മാറ്റി നേരെ ചായ കുടിക്കാൻ പോയി. ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഒന്ന് ചായക്ക്. കൃത്യം 9:45 അസംബ്ലി തുടങ്ങും. 15 മിനിറ്റാണ് ഉണ്ടാവാറ്. അങ്ങനെ 10 മണിയായപ്പോൾ അസംബ്ലി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി. ക്ലാസ്സിലൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ മുന്നേ കൊണ്ടുപോയി നിർത്തി എല്ലാവരും കൊണ്ടൊന്ന് വിഷയിപ്പിച്ചു. ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടിപ്പം നമുക്കും ഭയങ്കര സന്തോഷമായി. സെക്കൻഡ് പീരീഡ് 9ാം ക്ലാസ്സിലാണ്. അവിടെ പോയി എക്സാം നടത്തി നേരെ 10ക്ക് ചാടി. ഇവിടുത്തെ കുട്ടികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അനുസരണയും പക്വതയൊക്കെയുള്ള കുട്ടികളാണ്. നമ്മളൊക്കെ 10ൽ പഠിപ്പിച്ച ടീച്ചർ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയി. ഇവിടെ അങ്ങനെയൊക്കെ ഇരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഞാവൽപ്പഴത്തിന്റെ മരം ഉണ്ടോ കാണുന്നത്. 2 മക്കൾസ് കൂടി അത് പറക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും കുറെ ശ്രമത്തിന് ശേഷം ഒന്നും കിട്ടാതെ ഒരു പോയി. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഓല കൂടെ ഒന്ന് കൂടിയാലോ നേരത്തെ ഞാനും അറിയില്ല. കാറ്റാണ് കേട്ടോ ഏത് സമയം കൂടെ. അങ്ങനെ അവരുടെ ഒപ്പം കൂടി ഞാനും കുറച്ചു നേരം കളിച്ചിട്ടോ. ചെക്കന്മാരും ഇങ്ങനെ സോപ്പിട്ട് എപ്പോഴും ചുറ്റി പറ്റിണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഉപദേശം അങ്ങനെ നേരെ നാളേക്കുള്ളത് റെഫർ ചെയ്യാൻ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തുള്ള ഒരു ദാബയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ കേട്ടോ. ദാബ എന്നാണ് പറയാ. അവിടെ എത്തി ചോദിച്ചപ്പം ഇന്നത്തെ സ്പെഷ്യൽ നാട്ടുകോഴിയാണെന്ന് പറഞ്ഞു. ഞാൻ നാട്ടുകോഴി പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകോഴിയായിട്ടൊരു കാട്ടുകോഴി വന്നു. സംഭവം നമ്മൾ ചാമ്പ്യതാണ് ഗൈസ്. 170 രൂപയ്ക്കുള്ള നാട്ടുകോഴിയാണെന്ന് നമ്മൾ കാണും. ഏതായാലും ചാമ്പ്യ തന്നെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നമ്മളങ്ങനെ തിന്നു. അങ്ങനെ അതൊക്കെ ഫിനിഷാക്കി ഇന്നത്തെ ദിവസം നാട്ടുകോഴിക്ക് സമർപ്പിച്ച് നിങ്ങളോടും യാത്ര പറയുന്നു. പിന്നെ കാണാം. ബൈ.